ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ ബാങ്കുകളിൽ നിലവിലുണ്ടായിരുന്ന ബാങ്ക് ടോക്കൺസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ബാങ്ക് ടോക്കൺസ്? അപ്പോൾ ആ ഒരു ബാങ്ക് ടോക്കൺസിനൊക്കെ നമ്മുടെ ഒരു ന്യൂമിസ്മാറ്റിക്സ് പരമായിട്ട് വാല്യൂ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഒരുപാട് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ഒരു ചാനൽ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ബാങ്ക് ടോക്കൺസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതെല്ലാം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടും അല്ലാതെ പഴയ അവർക്ക് കുറച്ച് സമയങ്ങൾക്കൊക്കെ മുന്നേറ്റൊക്കെ ആഡ് ചെയ്ത് വെച്ച ബാങ്ക് ടോക്കൺസ് ഒക്കെയാണ്. ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ബാങ്ക് ടോക്കൺസ് ഒക്കെയാണ്. അപ്പോൾ എന്താണ് ബാങ്ക് ടോക്കൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേക്ക് നമ്മുടെ ബാങ്കിൽ നമ്മുടെ ഒരു കാശ്, അതായത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന കാശ് പിൻവലിക്കാനോ ഇല്ലെങ്കിൽ നമ്മൾ സ്വർണ്ണം പണയം വെച്ചിട്ട് ആ ഒരു കാശൊക്കെ എടുക്കാൻ വേണ്ടിയോ നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു ടോക്കൺ തരും. അപ്പോൾ നമ്മളൊരു സ്ലിപ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് അവരൊരു ടോക്കൺ, ഇതുപോലൊരു ടോക്കൺ തരും. എന്നിട്ട് നമ്മൾ ആ ടോക്കൺ വിളിക്കുന്നവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം അവർ ഈ ഒരു ടോക്കണിലെ നമ്പർ വിളിക്കും. അപ്പോൾ ടോക്കണിലെ നമ്പർ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും, 4 എന്നൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടോക്കൺ നമ്പർ വിളിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു ടോക്കൺ മാറി നമ്മൾ എന്താണോ നമുക്ക് കാശ് നമുക്ക് വേണ്ടത് ആ ഒരു കാശ് അവിടെ നിന്ന് അവർ തരുന്നത്. അപ്പോൾ ബാങ്കുകളിൽ നിലവിലുണ്ടായിരുന്ന ഒരു സിസ്റ്റമായിരുന്നു ബാങ്ക് ടോക്കൺ വഴി നമ്മൾ കാശുകൾ നമ്മൾ തിരിച്ച് മേടിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസേ ഇല്ല ബാങ്കിൽ. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് നമ്മൾ ഗൂഗിൾ പേ, അതുപോലെ തന്നെ ഫോൺ പേ, പേടിഎം, അങ്ങനെ ഒരുപാട് രീതിയിലൊക്കെ നമ്മൾ ഫോൺ വഴി തന്നെ നമുക്ക് കാശുകൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ ബാങ്കിൽ നമുക്ക് വിത്ഡ്രോ ചെയ്യാനൊക്കെ നമുക്കിപ്പോൾ ATM സിസ്റ്റം അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബാങ്ക് ടോക്കൺ നിലവിലുണ്ടായിരുന്ന ഒരു സമയത്തിന് അതൊരു എന്താ പറയുക, നമുക്ക് ഒരുപാട് ഇൻഫർമേറ്റീവായിട്ടും അതുപോലെ തന്നെ ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് കാശുകളൊക്കെ നമുക്ക് പിൻവലിക്കാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബാങ്ക് ടോക്കൺ എന്നുള്ള പറയുന്ന സർവീസ് വളരെ കുറവാണ്, ബാങ്കുകൾക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്ക് ടോക്കണൊക്കെ ഇപ്പോൾ നമുക്ക് ബാങ്ക് ടോക്കണിൽ അവർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള ബാങ്ക് ടോക്കണൊക്കെ ഒരു കളക്ഷൻ പർപ്പസായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്. എനിക്കും ഒരു ബാങ്ക് ടോക്കണിൻ്റെ കളക്ഷനുണ്ട്. ഞാനും ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ ഒരു ബാങ്ക് ടോക്കണിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു കഴിഞ്ഞ കാലത്തിനെ കുറിച്ചൊരു ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളൊരു തീമാറ്റിക്കായിട്ട് ഒരു കാര്യങ്ങളൊക്കെ അവിടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടിയൊക്കെ ഞാൻ ഒരുപാട് ആഡ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ബാങ്ക് ടോക്കൺസ് ഒക്കെ ഉണ്ട്. നമുക്കിവിടെ ഇത് നോക്കി മനസ്സിലാവും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ ആ ഒരു ബാങ്ക് ടോക്കനാണ്. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ നോക്കിയാൽ ഈ ഒരു ടോക്കൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലാണ്. അതുപോലെ തന്നെയാണ് ഒരുപാട് ബാങ്കിലെ ടോക്കൺസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പിലും ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ വരുന്നുണ്ട്, ഡിഫറെൻറ്റ് സൈസിലും വരുന്നുണ്ട്. ഇത് വിജയ ബാങ്കിലെ ബാങ്ക് ടോക്കനാണ്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇത് ഗുരുവായൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് ബാങ്ക് ടോക്കനാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സൈസിലും വരുന്നുണ്ട്. എൻ്റെ കൈവശം ഒരു ചെറിയ ടോക്കൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു ടോക്കണാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലുള്ള ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ഒരുപാട് ടോക്കൺസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ടോക്കൺസിനൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ നോക്കി മനസ്സിലാവും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ ബാങ്ക് ടോക്കനാണ്. ആ ഒരു ബാങ്കിൻ്റെ ഒരു സിമ്പലോട് കൂടിയ ആ ഒരു ബാങ്ക് ടോക്കനാണ്. അത്യാവശ്യം മാർക്കറ്റിൽ ഇതുപോലുള്ള ടോക്കണൊക്കെ ഇപ്പോൾ നമ്മൾ മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഏകദേശം ഒരു 300 രൂപ മുതൽ 350 രൂപ 400 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രൈസൊക്കെ വരുന്നുണ്ട്. മുന്നേക്കെ ഈ ഒരു ബാങ്ക് ടോക്കണൊക്കെ വളരെ വില കുറവായിരുന്നു. സ്ക്രാപ്പ് ഷോപ്പിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ബാങ്ക് ടോക്കണൊക്കെ നമുക്ക് ഒരുപാട് ബാങ്ക് ടോക്കണൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴു് നമുക്ക് സ്ക്രാപ്പ് ഷോപ്പിൽ പോയാലും ബാങ്ക് ടോക്കണൊന്നും കിട്ടുന്നില്ല, അവൈലബിൾ ഇല്ല. അപ്പോൾ എല്ലാവരും ന്യൂമിസ്മാറ്റിക്സ് പരമായിട്ടൊക്കെ ഈ ഒരു ടോക്കൺസ് ഒക്കെ കളക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ടോക്കൺസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ എന്താണ് ബാങ്ക് ടോക്കൺസ് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമുക്ക് ഒരു സപ്പോർട്ട് തരിക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ വളരെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് മുന്നിലേക്ക് പോകാനുള്ള ഏക മാർഗ്ഗം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ന്യൂമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നമുക്കുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. തീർച്ചയായും നിങ്ങൾ നമ്മുടെ ആ ഒരു പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ടോക്കനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ രേഖപ്പെടുത്തുക. തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.